മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇത്തവണ മഹാലക്ഷ്മിയെ കൊല്ലാൻ ശ്രമിച്ച പ്രതാപനും മേഘനും ശത്രുക്കൾ ഒരിക്കലും മറക്കാൻ കഴിയാത്ത തിരിച്ചടി മാർക്കോ നൽകുന്നുണ്ട്. ഇനി ഒരിക്കൽ കൂടി കണ്ണനും മഹാലക്ഷ്മിക്കും എതിരെ ഒരു ചെറുവിരൽ പോലും ഉയർത്താൻ ധൈര്യപ്പെടാത്ത വിധം അവരെ അടപടലം പൂട്ടുന്നുണ്ട്. അവരോട് പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ട് മഹാലക്ഷ്മിയുടെ പ്രേതാത്മാവ് എത്തി എന്നുള്ള രീതിയിൽ തിരക്കഥ തയ്യാറാക്കി അവരെ ഭയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്നുണ്ട് കേട്ടോ മാർക്കോ. മോഹിനിക്കും മഞ്ജുവിനും ആണെങ്കിൽ സത്യങ്ങളെല്ലാം അറിയാം മാർക്കോയാണ് ഇതിന് പിന്നിൽ കളിച്ചിരിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ ശത്രുക്കൾക്കെല്ലാം കനത്ത തിരിച്ചടി കിട്ടിക്കഴിഞ്ഞു എന്ന് ഉറപ്പാവുമ്പോൾ അവരെ വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് മഹാലക്ഷ്മി അവരുടെ മുന്നിലേക്ക് കടന്നു വരുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മിയെ കണ്ട് അവരെല്ലാവരും ഒന്നടങ്കം നടങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം മഹാലക്ഷ്മി മരിച്ചുപോയി എന്ന് തന്നെയാണ് അവർ ഓരോരുത്തരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വെറും തോന്നലാണോ എന്നൊക്കെ അവർക്കൊരു നിമിഷം കരുതി പോകുന്നുണ്ട്. തുടർന്ന് കണ്ണനും മഹാലക്ഷ്മിയുടെ പുറകെ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഞെട്ടി നിൽക്കുന്നത് കാണുമ്പോൾ കണ്ണൻ അവരോടായിട്ട് പറയുന്നുണ്ട്, എന്താ നിങ്ങൾക്കാർക്കും മഹാലക്ഷ്മിയെ കണ്ടിട്ട് അയാൾ ജീവനോടെ ഉണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലേ? നിങ്ങളെല്ലാവരും കൂടി കൊന്ന് ചിത കൂട്ടിയ മഹാലക്ഷ്മി ഇതാ ഒരു പോറൽ പോലും ഏൽക്കാതെ എങ്ങനെ തിരിച്ചെത്തി എന്ന് നിങ്ങൾ ആലോചിച്ച് അധികം തല പുകയ്ക്കേണ്ട. തുടർന്ന് മാർക്കോയെയും കണ്ണൻ അവിടേക്ക് വിളിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിക്കും പുറകെ മാർക്കോ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ മാർക്കോയെ കണ്ട് വീണ്ടും എല്ലാവരും ഷോക്കായതുപോലെ നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ മാർക്കോയാണ് ഇതിന് പിന്നിൽ കളിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ശേഷം അനന്തവും ലേഖയും അവിടേക്ക് വരുന്നുണ്ട്. വാമനും മേഘനും പ്രതാപനും ഒക്കെ ആണെങ്കിൽ ഒരക്ഷരം പോലും പറയാൻ കഴിയാത്ത വിധം നിന്ന് വിയർക്കുകയാണ് കേട്ടോ. കാരണം ഇത്രയും ദിവസം മഹാലക്ഷ്മിയുടെ പ്രേതമാണെന്ന് കരുതി ഭയന്ന് വിറച്ചു. ഇതൊക്കെ ഇപ്പോൾ ഇവരുടെ കളിയായിരുന്നു. തങ്ങളെ വെറും മണ്ടന്മാരാക്കിയതാണല്ലോ എന്നാലോചിച്ച് എല്ലാവരും ഇങ്ങനെ ദേഷ്യം കടിച്ചമർത്തി നിൽക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് കണ്ണൻ പറയുന്നുണ്ട്, മാർക്കോ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ചതിയിൽ നിന്നും മഹിക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയുമായിരുന്നില്ല. മാർക്കോ കൃത്യസമയത്തെത്തി ഇല്ലായിരുന്നെങ്കിൽ ദൈവമേ അതെനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ വല്ലാതെ തന്നെ ഇമോഷണൽ ആവുന്നുണ്ട് കേട്ടോ. തുടർന്ന് മഹിയുടെ ചിത കത്തുന്നത് കണ്ട് നിങ്ങൾ രസിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ടു, മാർക്കോ അതെല്ലാം എനിക്ക് കാണിച്ചു തന്നു എന്നും കണ്ണൻ പറയുന്നുണ്ട്. പിന്നെ തുടർന്ന് മാർക്കോയുടെ ഊഴാണ് കേട്ടോ. അപ്പോൾ മാർക്കോ അവരോടായിട്ട് പറയുന്നുണ്ട്, ഈ കളി ഇത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ സാധിച്ചത് നിങ്ങൾ കൊട്ടേഷൻ കൊടുത്ത ആ ഗുണ്ടകൾ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് എന്ന് മാർക്കോ പറയുമ്പോൾ അത് കേട്ട് കണ്ണ് തള്ളി പോകുന്നുണ്ട് കേട്ടോ മേഘൻ്റെ. അപ്പോൾ മാർക്കോയുടെ സ്വാധീനത്തിലായിരുന്നു ഗുണ്ടകൾ എന്നുള്ള കാര്യം ഇതേ സമയമാണ് കേട്ടോ പ്രതാപനും മേഘനും തിരിച്ചറിയുന്നത്. അപ്പോൾ അത് കേട്ട് ഞെട്ടലോടെ രണ്ടുപേരും പരസ്പരം നോക്കുന്നുണ്ട്. തുടർന്ന് മാർക്കോ പറയുന്നുണ്ട്, മഹാലക്ഷ്മി പ്രേതമായിട്ട് നിങ്ങളോട് പ്രതികാരം തീർക്കാൻ വന്നു എന്ന് കരുതി നിങ്ങൾ പേടിച്ചോടി ആ ഓട്ടം ഉണ്ടല്ലോ, അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. ഇത് കേട്ട് എല്ലാവരുടെയും തല കുനിഞ്ഞു പോകുന്നുണ്ട്. കരുണയാണെങ്കിൽ ദേഷ്യം കൊണ്ട് വിറച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ, ഒന്നൊരക്ഷരം പോലും പറയാൻ കഴിയാതെ. അങ്ങനെ തങ്ങൾ എല്ലാവരും വെറും ആവുമായിരുന്നു എന്നുള്ള കാര്യം ശത്രുക്കൾ ഇതേ നിമിഷം തിരിച്ചറിയുന്നുണ്ട്. തുടർന്ന് അനന്ത് പറയുന്നുണ്ട്, കണ്ണ മഹാലക്ഷ്മിയോട് ഇങ്ങനെ ഒരു കൊടും ക്രൂരത ചെയ്യാൻ ശ്രമിച്ച് ഇവരെ ഇനിയും നീ വെറുതെ വിടരുതെന്ന് പറയുമ്പോൾ അനന്ത് സാറ് പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഇനിയും ഇവർക്ക് മഹാലക്ഷ്മിയോടും കണ്ണൻ സാറിനോടും ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ ധൈര്യം കാണില്ല. കാരണം ഈ ആയുസ്സിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത തിരിച്ചടി ഇവർക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. ശേഷം മഹാലക്ഷ്മിയുടെ ഊഴമാണ്. അങ്ങനെ മഹാലക്ഷ്മി പ്രതാപനോടായിട്ട് പറയുന്നുണ്ട്, എൻ്റെ രണ്ടാനച്ഛനാണെങ്കിലും തന്നെ ഞാൻ അച്ഛ എന്നല്ലേ വിളിച്ചത്. കരുണേ നീ എൻ്റെ സ്വന്തം അനിയത്തിയല്ലേ, പിന്നെ നിങ്ങൾക്കൊന്നും ഒരു കുറവും വരുത്താതെ എല്ലാവരെയും ചേർത്ത് പിടിക്കാനല്ലേ കണ്ണേട്ടൻ ശ്രമിച്ചത്. എന്നിട്ടും എന്നോടും കണ്ണേട്ടനെയും തമ്മിൽ വേർപിരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? എത്ര ക്രൂരമായിട്ടുള്ള മനസ്സാണ് നിങ്ങളുടേത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വലിച്ചു കീറുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി. എൻ്റെ ചിത കത്തി എരിഞ്ഞു എന്ന് കണ്ടപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് ആ സന്തോഷം ഞാൻ നേരിട്ട് കണ്ടതാണ്. അതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ നിങ്ങളോട് ചെയ്തത്? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ സ്വത്തിനോടും പണത്തിനോടും ഒന്നും ഒരു ആർത്തിയും ഇല്ലാത്ത കൂട്ടത്തിലാണ് ഞാൻ. കണ്ണേട്ടൻ്റെ കൂടെയുള്ള ഒരു ജീവിതം അത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഹാലക്ഷ്മിയുടെ ആ വാക്കുകൾക്ക് മുൻപിൽ ആർക്കും ഒന്നും മിണ്ടാനായിട്ട് കഴിയുന്നില്ല. തുടർന്ന് കണ്ണൻ പറയുന്നുണ്ട്, ഞങ്ങളോടൊപ്പം സത്യങ്ങളെല്ലാം അറിയാവുന്ന 2 പേർ കൂടി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മോഹിനിയെയും മഞ്ജുവിനെയും കണ്ണൻ വിളിക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ രണ്ടുപേരും അവിടേക്ക് കടന്നു വരികയാണ്. അവരെ കണ്ടതും ശത്രുക്കളൊന്നും വീണ്ടും ഞെട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ സത്യങ്ങൾ ഓരോന്നായിട്ട് പ്രതാപനും മേഘൻ്റെയും വാമൻ്റെയും അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ സത്യങ്ങളെല്ലാം തെളിഞ്ഞു വരികയാണ്. മോഹിനിയാണെങ്കിൽ പ്രതാപനെ കണ്ട പാടെ അയാളെ വലിച്ചു കീറാനുള്ള ദേഷ്യത്തിൽ അയാളുടെ അടുത്തേക്ക് പാഞ്ഞു വരികയാണ് കേട്ടോ. എന്നിട്ട് പ്രതാപൻ്റെ മുഖം അടിച്ചു പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ മോളെ കൊന്നതിൻ്റെ സന്തോഷം നിങ്ങളുടെയും നിങ്ങളുടെ അമ്മയുടെയും ഈ കരുണയുടെയും മുഖത്തൊക്കെ ഞാൻ കണ്ടതാണ്. ഇപ്പോഴെങ്കിലും മനസ്സിലായി, എൻ്റെ മോളെ തനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ദൈവങ്ങളെ മനസ്സിൽ കുടിയിരുത്തിയിരിക്കുന്നവളാണ് എൻ്റെ മോള്. അതുകൊണ്ട് തന്നെ അവൾക്ക് ദൈവം കാവലുണ്ടാവും എന്ന് പറയുന്നുണ്ട് കേട്ടോ മോഹിനി. തുടർന്ന് മഞ്ജു മേഘനോടായിട്ട് പറയുന്നുണ്ട്, തൻ്റെ എല്ലാ ചതികളും ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എൻ്റെ കണ്ണേട്ടൻ്റെയും ഏട്ടത്തിയുടെയും നന്മ ഞാൻ മനസ്സിലാക്കി. അവരാണ് ശരിയെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഇനി തന്നോടൊപ്പം എനിക്കൊരു ജീവിതമില്ല എന്നുള്ള അയാളുടെ മുഖത്ത് നോക്കി വെട്ടി തുറന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കേട്ട മേഘനാണെങ്കിലും കണ്ണ് തള്ളി നിന്ന് പോവുകയാണ്. അങ്ങനെ ശത്രുക്കൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടിയാണ് കേട്ടോ അവർക്ക് അവസാനം കിട്ടുന്നത്. പിന്നീട് കണ്ണൻ തൻ്റെ സ്വത്തുക്കളെല്ലാം മഹാലക്ഷ്മിയുടെ പേരിൽ എഴുതി വയ്ക്കുകയാണെന്നുള്ളൊരു തൻ്റെ തീരുമാനം അവിടെ അറിയിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇനി മുതൽ മാർക്കോയാണ് കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ മാനേജർ എന്നും ഉള്ള തൻ്റെ ആ ഒരു തീരുമാനം അവിടെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന മാർക്കോയാണെങ്കിൽ അതൊന്നും വേണ്ട സാറേ, എനിക്കതൊന്നും ശരിയാവില്ല എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും മാർക്കോ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഒരു കമ്പനി നോക്കി നടത്താനുള്ള എല്ലാ വിദ്യാഭ്യാസ യോഗ്യതയും മാർക്കോയ്ക്ക് ഉണ്ടല്ലോ. ഞങ്ങളുടെ ജീവൻ പലതവണ രക്ഷിച്ച മാർക്കോയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇതെങ്കിലും തിരിച്ച് ചെയ്യാനായിട്ട് ഞങ്ങളെ അനുവദിക്കണം എന്നുള്ള കണ്ണനും മഹാലക്ഷ്മിയും ഒരേ സ്വരത്തിൽ പറയുമ്പോൾ അവരുടെ ആ ഒരു ആഗ്രഹം തള്ളിക്കളയാനായിട്ട് മാർക്കോയ്ക്ക് കഴിയുന്നില്ല. അങ്ങനെ കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ മാനേജറായിട്ട് മാർക്കോ ചാർജ് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. തുടർന്ന് സാഗറിൻ്റെയും കമ്പനിയിൽ നല്ലൊരു പോസ്റ്റ് തന്നെ കണ്ണൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഈ എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്